നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹത്തെ ജീവിതത്തിൻ്റെ മുഖ്യധാരകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൂടി നടത്തിയ സമരമാണ്. ഔട്ട്കാസ്റ്റ് എന്ന് വിവക്ഷിക്കപ്പെട്ടിരുന്ന, ജാതിയിൽ പോലും ഇല്ലാതിരുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, എല്ലാ മതവിശ്വാസികളെയും ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ വലിയ പോരാട്ടമായിരുന്നു അത്. അതിൻ്റെ പ്രോഡക്റ്റാണ്, അതിൻ്റെ ഉൽപ്പന്നമാണ്, ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ, ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ വളരെ, എനിക്ക് തോന്നുന്നില്ല ലോകത്തെ ഏതെങ്കിലും ഭരണഘടന തയ്യാറാക്കാൻ അത്രയും ആഴത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന്. പണ്ഡിറ്റ് നെഹ്റു ഒക്കെ പങ്കെടുത്തപ്പോഴുള്ള ചില ചോദ്യങ്ങളുണ്ട്. ആർട്ടിക്കിൾ 14 എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ് എന്നതാണ്. അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലിക അവകാശമാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നു, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സംവരണം കൊടുക്കുന്നത്? എന്തിനാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക ഇത് കൊടുക്കുന്നത്? അതിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ മനോഹരമായ മറുപടിയുണ്ട്. സംവരണം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട കുറേ മനുഷ്യരുണ്ട്. പഠിക്കാൻ അവകാശമില്ലാതിരുന്ന, വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന, ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ അവകാശമില്ലാതിരുന്ന കുറേ മനുഷ്യർ, അവരെ കൈപിടിച്ച്, സംവരണ ഔദാര്യമല്ല, അവരെ കൈപിടിച്ച് ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ് എന്ന് നമുക്ക് നിവർന്നു നിന്ന് പറയാൻ കഴിയുകയുള്ളൂ. പിന്നെ അദ്ദേഹം ഒരു ദീർഘവീക്ഷണത്തോടു കൂടി, ഒരു പ്രവചന സ്വഭാവത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു. എന്തിനാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഭരിക്കുന്നു. നമ്മൾ ഭരിക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ നമ്മൾ സംരക്ഷിക്കും. പക്ഷെ ഒരു കാലം വന്നാലോ, ആ മതന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ മൃഗീയതയുടെ ചവിട്ടടിയിൽപ്പെട്ട് ഞെരിഞ്ഞമരുന്നൊരു കാലം വന്നാലോ, അങ്ങനെ ഒരു കാലം വന്നാലും അവർ സംരക്ഷിക്കപ്പെടണം. കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടണം. അതിനാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശം കൊടുത്തത്. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആ ഭരണഘടനയുടെ മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും. ഒരു വിട്ടുവീഴ്ചയുമില്ല ആ പോരാട്ടത്തിൽ. ആരാണ് പിന്തള്ളപ്പെടുന്നത്? ആരാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നത്? ആരുടെ നേരെയാണ് കൈവിരലുകൾ ചൂണ്ടപ്പെടുന്നത്? അവരുടെ മുമ്പിൽ പോയി നിന്ന് അവരെ ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിക്കുകയും അരക്ഷിതത്വ ബോധമുണ്ടാക്കാതെ അവരുടെ മനസ്സിൽ സുരക്ഷിതത്വ ബോധമുണ്ടാക്കാൻ ഉള്ള ചുമതല എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉണ്ട്. നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം ഭയം എന്ന് പറയുന്നത് ഭീരുക്കൾ, ഫാസിസ്റ്റുകൾക്കാണ്. അവരാണ് ഭീരുക്കൾ. എല്ലാ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ എല്ലാ ഫാസിസ്റ്റുകളും, എല്ലാ ഏകാധിപതികളും ഭീരുക്കളായിരുന്നു. ഞാൻ തമാശയായിട്ട് പറയും, നമ്മൾ സാധാരണ വീട്ടിൽ പോയി കിടക്കാൻ നേരത്ത് മുറി അടച്ചിട്ടുണ്ടോ, ജനലിൽ കൊളുത്തിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ ഏകാധിപതിയായ ഒരു ഭരണാധികാരി മുറിക്കകത്തേക്ക് കയറിയാൽ ആര് വാതിലിൽ കൊളുത്തിട്ടുണ്ടെങ്കിലും തന്നെത്താൻ ഒന്നുകൂടി കൊളുത്തിടും. ജനാല ഒന്നും കൂടി പോയി കൊളുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. എന്നിട്ട് വന്ന് കട്ടിലുമേ ഇരിക്കും. അപ്പോഴൊരു സംശയം വരും, എല്ലാ ജനാലയും കൊളുത്തിട്ടുണ്ടോ. രണ്ടാമത് പോയി കൊളുത്ത് പരിശോധിക്കും. രാത്രി ഒരു മണി കഴിയുമ്പോൾ, അർദ്ധരാത്രി കഴിയുമ്പോൾ ഒന്നുകൂടി ഞെട്ടി ഉണരും. വീണ്ടും ടോർച്ചടിച്ചോ ലൈറ്റിട്ടോ ഒന്നുകൂടി നോക്കും. അവർ ഭീരുക്കളാണ്. അവരെല്ലാവരെയും ഭയപ്പെടുന്നവരാ. നമ്മളല്ല ഭീരുക്കൾ. ഫാസിസത്തിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ, എല്ലാ അവകാശങ്ങളും മനുഷ്യരുടെ സംരക്ഷിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നവർക്കെതിരായി നമ്മളാണ് ധീരന്മാരായിരിക്കേണ്ട ആളുകൾ. നമുക്കാണ് ധീരതയുള്ളത്. നമ്മളാണ് പോരാടുന്നത്. ഭീരുക്കളോടാണ് നമ്മൾ പോരാടുന്നത് എന്നുള്ള ധൈര്യമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ആ ഒരു വിശ്വാസം, ആ മതേതര മൂല്യം, ആ ഭരണഘടനാ മൂല്യം നമ്മുടെ നാട്ടിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് കേരളം മാതൃകയാകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഈ രാജ്യത്തോട് മുഴുവൻ നമുക്ക് വിളിച്ചു പറയാൻ പറ്റണം, ഇത് മതേതര കേരളമാണ്. ഞങ്ങളുടെ ഇവിടെ ആളുകളെ തമ്മിൽ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ആരും വരണ്ട. മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ കേരളം, മതേതര കേരളം ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കും. ഇത് ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാകേണ്ട
ഒരു സംസ്ഥാനമാക്കി നമുക്ക് നമ്മുടെ കേരളത്തെ മാറ്റണം. ഭിന്നിപ്പിക്കാൻ വരുന്നവർക്ക് തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഞാനെപ്പോഴും പറയും, സ്കൾ ഓഫ് ആലംബഗ് എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുക. കിം എ വാഗ്നർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചരിത്രകാരൻ എഴുതിയ ബുക്കാണ്. അയർലൻഡിലെ ഒരു പബ്ബിൽ നിന്നൊരു തലയോട്ടി കിട്ടുന്നു ആർക്കോ. അത് ഈ ചരിത്രകാരനെ ഏൽപ്പിക്കുന്നു. ചരിത്രകാരൻ ഈ തലയോട്ടിയുടെ ഉറവിടം അന്വേഷിച്ച് യാത്ര ചെയ്ത് ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ വന്നു, ഡൽഹിയിലെ ആർക്കൈവ്സിൽ വന്നു. അവസാനം 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന രാജ്കോട്ടിൽ അവിടെ എത്തി. പിന്നെ അദ്ദേഹം 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ചരിത്ര വിവരണമാണ് പറയുന്നത്. ആ 1ാം സ്വാതന്ത്ര്യ സമരം ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തിയതാണ്. ഒരുമിച്ചാണ്. എത്ര വർഷങ്ങൾക്ക് മുൻപാണ്, 1.5 നൂറ്റാണ്ടിൻ്റെ അപ്പുറം ഒരുമിച്ച് ചേർന്ന് നടത്തിയ സമരമാണ്. ആ സമരത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ഒരുപാട് പേർ തടവിലായ ആളുകളെ കൊണ്ടുവന്ന് ഒരു ഗ്രൗണ്ടിൽ വന്ന് വെടിവെച്ച് കൊല്ലും ബ്രിട്ടീഷുകാർ. അപ്പോൾ അവരുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ ഗ്രൗണ്ടിന് പുറത്ത് ഹിന്ദുക്കളും മുസൽമാന്മാരും കാത്തു നിൽക്കും. മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങി ഹൈന്ദവാചാരപ്രകാരവും മുസ്ലിങ്ങളുടെ മയ്യത്ത് ഏറ്റുവാങ്ങി ഇസ്ലാം മതപ്രകാരവും സംസ്കരിക്കും. ഇത് കണ്ട ബ്രിട്ടീഷ് ക്യാപ്റ്റന് കലിയിളകി. അയാൾ ഒരു പീരങ്കി അവിടെ കൊണ്ടുവന്ന് വെച്ചു. ആ പീരങ്കിയുടെ വായിൽ ഹിന്ദുവിനെയും മുസൽമാനെയും അടക്കമുള്ള ആളുകളെ ഒരുമിച്ച് കെട്ടിവെച്ചു. എന്നിട്ട് പീരങ്കിക്ക് തീ കൊളുത്തി. അവരുടെ മൃതശരീരങ്ങൾ ആ മൈതാനത്ത് മുഴുവൻ ചിതറിത്തെറിച്ചു വീണു. ബന്ധുക്കൾ ഒരു നിമിഷം സ്തബ്ധരായി. ആരുടേതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല മൃതശരീരം. എങ്ങനെയാണ് മതാചാരപ്രകാരം ഇതിനെ സംസ്കരിക്കുന്നത്? പക്ഷെ അവർ കുറച്ചു നേരമേ സംശയത്തോടു കൂടി നോക്കി നിന്നുള്ളൂ. പിന്നീട് അവരെല്ലാവരും ചേർന്ന് കിട്ടിയ തുണികളിൽ ചിതറിത്തെറിച്ച ശവശരീരങ്ങളുടെ കഷ്ണങ്ങൾ മുഴുവൻ വാരിയെടുത്ത് അവർ കൊണ്ടുപോയി ഹൈന്ദവ ആചാരപ്രകാരവും ഇസ്ലാമിക ആചാരപ്രകാരവും ഉള്ള നടപടികൾ പൂർത്തിയാക്കി അവർ ഒരുമിച്ച് ആ മൃതശരീരങ്ങൾ സംസ്കരിച്ചു. ആ പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ ഭാരതം. ആ പാരമ്പര്യമുള്ള നാടാണ്. ഒരുമിച്ച് നിന്ന് വൈദേശികാധിപത്യത്തിനെതിരായി പോരാടിയ ഒരു നാടാണ് നമ്മുടെ രാജ്യം എന്നുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ജമാഅത്ത് കൗൺസിലിൻ്റെ പ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ സ്നേഹോഷ്മളമായ ആശംസകൾ എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ പന്ന്യൻ രവീന്ദ്രന് നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.